ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ട് കൈയും കാലം തളർന്നു പോയിട്ട് വീൽ ചെയറിലിരിക്കുന്ന ധാരാളം പേരുണ്ട് നമ്മുടെ നാട്ടിൽ. രാവിലെ ആയിക്കഴിഞ്ഞാൽ കൂടെയുള്ളവരെല്ലാവരും ഓരോ വഴിക്ക് പോകും, ഇവർ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇവരുടെ ആശ്രയം എന്താണ്? ഇവരെന്തിനാണ് ആശ്രയിക്കുക? പുസ്തകങ്ങളെയാണ് ആശ്രയിക്കുക അല്ലേ? ഇപ്പോൾ അശ്വ ടീച്ചറും ജയ ടീച്ചറൊക്കെ അന്ന് പേപ്പറിൽ ഫോട്ടോ കണ്ടില്ലേ? ഇവിടുത്തെ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ലൈബ്രറിക്ക് കൊടുത്തിട്ട് ആ കുട്ടിയുടെയൊക്കെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ വായനയാണ്. Good morning, respected teachers, parents, and my dear friends. നല്ലൊരു പുസ്തകം നമ്മളെ നന്നായി മലയാളിയെ വായന പഠിപ്പിച്ച് വായനാശീലമുള്ളവരാക്കി തീർന്നു. Today we are celebrating National Reading Day. We celebrate വായനാദിനം ആചരിക്കാൻ തുടങ്ങിയത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനായിട്ട്. ഇപ്പൊ വായിക്കാത്ത കുറെ പേരുണ്ടാവും. അപ്പൊ ഇന്ന് മുതൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്താണ് സ്കൂൾ വീട്ടിൽ ചെന്നിട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ തന്നെ വായിക്കണമെന്നില്ല, വീട്ടിൽ വിടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല വായിക്കാൻ വേണ്ട. പഴയ ബുക്ക് കാണിച്ചാലും അതെ, കുറച്ച് വായിക്കാം. മലയാളിയെ വായന പഠിപ്പിച്ച് വായന. Today is reading day. We celebrate this day അറിവുള്ളവനായി കാണാൻ അയൽക്കാർ വന്നു. വായന നല്ലത്, ചൊല്ലാൻ നല്ലത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെയും ഈ പെൺകുട്ടിയെയും ജയിലിൽ അടയ്ക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് അവിടെയുള്ള നാസി എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ ക്രൂരതകൾ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ. പെൺകുട്ടിയുടെ പേര് ആൻ ഫ്രാങ്ക്. ആ കുട്ടിയുടെ ഡയറിക്കുറിപ്പുകൾക്ക് ഒരു ഓമന പേരിട്ടു.